എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് കാണുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൈസൂർ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, 1 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന തൈര് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ തൈരിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയുടെ അളവ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബേക്കിംഗ് സോഡ തൈരിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തൈര് ഇതുപോലെ പൊങ്ങി വരും. ബേക്കിംഗ് സോഡ നല്ലതാണെങ്കിൽ മാത്രമേ ഇതുപോലെ പൊങ്ങി വരുള്ളൂ. ഇതുപോലെ ആയില്ലെങ്കിൽ മൈസൂർ ബോണ്ട ഉണ്ടാക്കുമ്പോൾ അത് സോഫ്റ്റായിട്ട് കിട്ടില്ല. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഈ തൈരിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നല്ലവണ്ണം തൈര് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ തൈരെടുത്ത കപ്പിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കൈകൊണ്ട് കോരിയിടാൻ പറ്റുന്ന പാകത്തിൽ വേണം കൂട്ട് റെഡിയാക്കിയെടുക്കാൻ. കുറച്ച് ലൂസായിട്ടുള്ള കൂട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാകും. ഇതുപോലെ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, പിന്നീട് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് 1/2 ടീസ്പൂൺ ജീരകം ചതച്ചതാണ്. ഇത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്. കറിവേപ്പില ചേർക്കുന്നതിന് പകരം മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ചേർത്തിരുന്ന വെള്ളം കറക്റ്റ് അളവിലായിരുന്നു, അതുകൊണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കൂട്ട് റെഡിയാക്കിയതിന് ശേഷം ഈ കൂട്ട് വല്ലാതെ ലൂസായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കൂട്ട് കുറുകിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടിലേക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കുറച്ച് എണ്ണ ചൂടാകാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഈ കൂട്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലധികം കൂട്ട് പറ്റിപ്പിടിക്കാതിരിക്കും. എണ്ണ നന്നായിട്ട് ചൂടായോ എന്നറിയാൻ കുറച്ച് മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറേശ്ശെയായിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ബോൾ പോലെ ആയി വരും. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്. ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.